എൻ്റെ കൂട്ടുകാരോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. എത്ര പേർക്ക് ഇഷ്ടമാവും എന്നുള്ളത് എനിക്കറിയത്തില്ല. എന്ത് തന്നെയായാലും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. നമ്മുടെ ഇതൊരു കുഞ്ഞ് ചാനലാണേ. അതിൽ നമ്മളൊരു കണ്ടൻറ്റ് കൊണ്ടുവന്ന് അത് എഡിറ്റ് ചെയ്ത് വീഡിയോസാക്കി നിങ്ങളുടെ മുൻപിൽ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ നമ്മൾ പ്രതീക്ഷയോടെയാണ് ഇരിക്കുന്നത് വ്യൂസിൻ്റെ കാര്യത്തിൽ. അപ്പോൾ വ്യൂസ് കുറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നാറുണ്ട് കേട്ടോ. ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്കത് ഇഷ്ടമായില്ലല്ലോ എന്ന് കേൾക്കുമ്പോൾ. അപ്പോൾ 3-4 വർഷത്തെ പരിശ്രമ ഫലം കൊണ്ട് ഒരു സംഭവം നമ്മളുടെ മുമ്പിൽ വലിയ പ്രതീക്ഷയോടെ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുമ്പോൾ അത് നമ്മൾ കണ്ടിട്ട് ഒറ്റ ദിവസം കൊണ്ട് അത് കൊള്ളില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ പ്രവർത്തിച്ചവരുടെ അതിനുവേണ്ടി എഫർട്ട് എടുത്തവരുടെ മാനസികാവസ്ഥ നമ്മളൊന്ന് ചിന്തിക്കണം കേട്ടോ. ആരും അഹങ്കാരികളല്ല. സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുന്നവരെ അഹങ്കാരികളെന്ന് ഇങ്ങനെ പറയാൻ പറ്റും. ഞാൻ പറഞ്ഞു വന്നത് എന്തിനെ പറ്റിയാണെന്ന് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായി കാണും. നമ്മളൊരു സ്ഥലത്ത് പോയപ്പോഴത്തേക്ക് അവിടെ ഒരു വീട്ടിൽ വെള്ള റോസയും മഞ്ഞ ചെമ്പരത്തിയൊക്കെ നിൽക്കുന്നുണ്ടേ. അപ്പോൾ ഞാൻ അവിടുത്തെ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ചേട്ടനാണെങ്കിൽ അത് മുറിച്ച് സന്തോഷത്തോടെ തന്നേ. അപ്പോൾ അത് ഞാൻ വീട്ടിലോട്ട് കൊണ്ടുവന്നു. അപ്പം നടുവാണ്. നേരത്തെ നമ്മൾ ചെടി നട്ടിരുന്ന ചെടിച്ചട്ടിയാണേ ഇത്. അതിൽ നിന്ന ചെടിയൊക്കെ ചീത്തയായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചെടി നടാൻ എളുപ്പമായി. ഞാനാണെങ്കിൽ ചെടി ഇത് മുറിക്കാതെ ഇങ്ങനെ തന്നെ നട്ട് വയ്ക്കും. കാരണം പെട്ടെന്ന് പൂക്കണമെന്ന് പറഞ്ഞാണ് ഇതിങ്ങനെ നട്ട് വയ്ക്കുന്നത്. ഞാൻ പറഞ്ഞു അതിൻ്റെ മുകൾ ഭാഗം മുറിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കിച്ചു പറഞ്ഞു വേണ്ട, ഇങ്ങനെ നട്ട് വെച്ചാൽ അത് എന്നാലേ പെട്ടെന്ന് പൂക്കുള്ളൂ എന്ന്. പക്ഷേ അതാണെങ്കിൽ ഇങ്ങനെ നട്ട് വെച്ചപ്പോൾ ഇരിക്കുന്നില്ല, ഇങ്ങനെ മറിഞ്ഞ് പോകുന്നു. അതിൻ്റെ മുകളിലത്തെ അതിൻ്റെ ഈ ഭാരം കൊണ്ടാണ് ഇതിങ്ങനെ മറിഞ്ഞു വരുന്നത്. പക്ഷേ അവളോട് പറഞ്ഞിട്ട് അവൾ എത്ര തന്നെയായിട്ടും കേൾക്കുന്നില്ല കേട്ടോ. പിന്നെ ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ പോയിട്ട് വന്നാലും എൻ്റെ കയ്യിലാണെങ്കിൽ കുറേ ചപ്പും ചവറും ഇതുപോലെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ കാണും കേട്ടോ. എവിടെ പോയിട്ട് വന്നാലും ഞാൻ ഇതുപോലെയുള്ള ചെടികളൊക്കെ ഞാൻ വാങ്ങിക്കൊണ്ട് വരും. ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് വാങ്ങിക്കൊണ്ട് വന്നതാണ് ഇത് കേട്ടോ. ഇതാണെങ്കിൽ ഞാൻ കുറേ വാങ്ങി നട്ടേ. പക്ഷേ എന്ത് തന്നെയായാലും എനിക്കത് പിടിച്ച് കിട്ടുന്നില്ല. എന്താണ് കാരണമെന്നറിയില്ല. പക്ഷേ ഒരുപാട് വീടുകളിൽ ഇത് നിൽപ്പുണ്ട് കേട്ടോ. അവിടെയൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ പൂത്ത് നിൽപ്പുണ്ട്, നിറയെ പൂക്കും കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഇത്. അപ്പോൾ ഞാനാണെങ്കിൽ ഇത് വെട്ടിയെടുത്തിട്ട് ഇതിൻ്റെ മണ്ണെല്ലാം കളയുവേ. അതെന്തെന്ന് വെച്ചാൽ നഴ്സറിയിൽ അവർ ഈ കട്ട മണ്ണുണ്ടല്ലോ അതാണ് അവരിതിൽ ഫില്ല് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്കാണെങ്കിൽ വേര് ഇങ്ങനെ ഓടത്തില്ല കേട്ടോ, ഇങ്ങനെ സെറ്റായിരിക്കും. അതുകൊണ്ട് ഞാൻ ആ മണ്ണെല്ലാം കളഞ്ഞതിന് ശേഷമാണ് ഞാൻ നട്ട് വയ്ക്കാറേ. പിന്നെയാണെങ്കിൽ ഇത് ഇപ്പോൾ വൈകുന്നേരം തന്നെ നമ്മൾ നട്ട് വെച്ച് കേട്ടോ, അല്ലെങ്കിൽ അത് ചീത്തയായി പോകും പിറ്റന്നായി കഴിഞ്ഞാൽ. പിന്നെ ഇത് ചെടിച്ചട്ടിയൊക്കെ ഇരിക്കുന്നത് കൊണ്ട് പിന്നെ പ്രശ്നമില്ല. മണ്ണൊക്കെ അതിൽ നിറച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് പിന്നെ പ്രശ്നമില്ല. ഞാൻ ഞായറാഴ്ച തോറും അമ്പലത്തിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഓരോ ചെടി വീതം വാങ്ങിക്കൊണ്ട് വരും കേട്ടോ. ഇനി ഇവിടെ വയ്ക്കാൻ സ്ഥലമില്ല, ഫുള്ളായി, മുകൾ അത്രയും ഫുള്ളായി. ഇപ്പോൾ താഴെയാണ് വയ്ക്കുന്നത്. പിന്നെ വെള്ള റോസയാണെങ്കിൽ നേരത്തെ ഞാൻ കൊണ്ടുവന്ന് നട്ടിട്ടുണ്ടായിരുന്നു. അതാണെങ്കിൽ നന്നായിട്ട് പിടിച്ച് അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇലക്ട്രിസിറ്റിയുടെ പോസ്റ്റ് ഉണ്ടല്ലോ അതിലാണെങ്കിൽ ടിപ്പർ വന്ന് തട്ടി നമ്മുടെ വീട്ടിൻ്റെ മുകളിൽ കൂടെ പോസ്റ്റ് ഒടിഞ്ഞു വന്ന് വീണേ. അപ്പോഴാണെങ്കിൽ ഞാൻ ഒരു ബോർഡിൻ്റെ മുകളിലാണ്, കടയുടെ താഴെ കടയാണ്. അപ്പോൾ അതിൻ്റെ ബോർഡ് ഇങ്ങനെ മുകളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ബോർഡിൻ്റെ മുകളിലാണ് ഞാൻ ചെടി വെച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ മുകളിൽ കൂടെ വന്ന് വീഴുന്നപ്പോഴത്തേക്ക് ഈ ചെടിച്ചട്ടിയുടെ പുറത്തൂടെ എല്ലാം വന്ന് വീണ് അത് താഴെ വന്ന് വീണ്. പിന്നെ അതിനെ എടുത്ത് നട്ട് വെച്ചിട്ട് അത് പിടിച്ച് കിട്ടിയില്ല കേട്ടോ, എല്ലാം ചീത്തയായിപ്പോയി. അത് അമ്മയുടെ വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നതാണ്. അമ്മ പറഞ്ഞു അവിടെ വീട് പണിയായിട്ട് നിൽക്കുന്നത് കൊണ്ട് അവിടെ നിന്നതിനെ എൻ്റെ കൂടെ എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. എന്നിട്ടാണെങ്കിൽ വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് അത് ഇന്ന് അമ്മയ്ക്ക് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നട്ട് വെച്ചത്. പക്ഷേ എന്ത് ചെയ്യുക, എല്ലാം ചീത്തയായിപ്പോയി കേട്ടോ. കുറേ റോസ് നിന്നു, പക്ഷേ റോസ് എല്ലാം ചീത്തയായിപ്പോയി. നല്ലവണ്ണം പൂവൊക്കെ ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഇത് ചീത്തയാവുമ്പോഴത്തേക്ക് നട്ട് നമ്മൾ അത്രമാത്രം വെച്ച് പൂവൊക്കെ കണ്ട് എന്നിട്ടാണെങ്കിൽ അത് ചീത്തയായി പോകുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമം തോന്നും കേട്ടോ. കാരണം ഞാനാണെങ്കിൽ അത്രമാത്രം ഇതിന് വേണ്ടിയിട്ട് എഫർട്ട് എടുക്കുന്ന ഒരാളാണ്. രാവിലെ വന്ന് ഇതിനെയൊക്കെ ഒന്ന് നോക്കിയൊക്കെ ഇങ്ങനെ അതിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ അടുത്ത് നിന്ന് ഇതാക്കിയില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് എന്തോ ഒരു മിസ് ചെയ്യുന്നത് പോലെ തോന്നുവേ. അങ്ങനെ ഞാനാണെങ്കിൽ വെട്ടുകത്തിയും പിച്ചാത്തി വെട്ടുകത്തി ഒരു തടിക്കഷ്ണം ഇതൊക്കെ ഞാൻ കൊണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. തടിക്കഷ്ണമാണെങ്കിൽ നമ്മൾ മറ്റേ ഈ ഇറച്ചിയൊക്കെ വെട്ടാനില്ലേ, ഇറച്ചിയുടെ എല്ലൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് കൊണ്ട് വെച്ചിട്ടുള്ളതാണ്.
പക്ഷേ ഇപ്പോഴാണെങ്കിൽ കുറേ നാൾ കൊണ്ട് പിന്നെ ഇറച്ചിയൊന്നും അങ്ങനെ വാങ്ങിക്കുന്നില്ല. എന്തോ ഇറച്ചി ഒരു പിടിക്കായിക പോലെ ഒരു തോന്നൽ. ഞാൻ വയ്ക്കുമ്പോഴത്തേക്ക് എനിക്ക് വലുതായിട്ട് പിടിക്കുന്നില്ല. അതുകൊണ്ടാണെങ്കിൽ അങ്ങനെ പച്ച ഇറച്ചി നമ്മൾ വാങ്ങിക്കാറില്ല. കറി വെച്ചതോ എന്തെങ്കിലും വാങ്ങിക്കാറുള്ളൂ. അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് അവിടെ പോയാണ് കഴിക്കുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാനാണെങ്കിൽ കിച്ചുവിൻ്റെ കൂടെ പറയുവാണ്, ഇത് ഏതിൽ നട്ട് വയ്ക്കുക എന്ന് ചോദിക്കുകയാണ്. വലിയ ചെടിച്ചട്ടിയിൽ നട്ട് വയ്ക്കാമോ അതോ ഇതിൽ നട്ട് വയ്ക്കട്ടോ എന്ന് ചോദിക്കണം. അപ്പോൾ കിച്ചു പറഞ്ഞ് വേണ്ട ഇതിൽ നട്ട് വയ്ക്കാം. ഞാൻ പറഞ്ഞു ഇല്ല, ചിലപ്പം വലുതായി അത് വരുമ്പോഴത്തേക്കാണെങ്കിൽ വലിയ ചെടിച്ചട്ടിയാകുമ്പോൾ നമുക്ക് മാറ്റണ്ടല്ലോ, അതുകൊണ്ട് ഇതിൽ നട്ട് വയ്ക്കാമെന്ന് പറഞ്ഞു. ഇത് വേണമെങ്കിൽ കുറേ കമ്പുകൾ ഇതിൽ നിന്ന് മുറിച്ചെടുക്കാൻ കേട്ടോ. ഞാനാണെങ്കിൽ പെട്ടെന്ന് ഇത് പൂത്ത് കിട്ടും എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇങ്ങനെ വലുതായി കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നട്ട് വയ്ക്കുവാണ്. കിച്ചുവും പറഞ്ഞ് ഇങ്ങനെ നട്ട് വെച്ചാൽ മതിയാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ നട്ട് വെച്ചു. പിന്നെ മണ്ണൊക്കെ ഇരുന്നത് കൊണ്ട് എനിക്ക് നടാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല കേട്ടോ. ഇനി എവിടെ വയ്ക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവിടെ വയ്ക്കാൻ എന്തായാലും സ്ഥലമില്ല. പിന്നെ ഇത് കുറച്ചിങ്ങനെ തണലത്ത് വെച്ചിട്ട് വേണം താഴെ കൊണ്ടുപോയി വയ്ക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് എടുത്ത് വെയിലത്ത് വയ്ക്കുമ്പോഴത്തേക്ക് ഇതാണെങ്കിൽ ചീത്തയായി പോവും, ഉണങ്ങിപ്പോവും. അങ്ങനെ ഞാൻ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കിച്ചുവാണെങ്കിൽ എന്ത് ചെയ്തെന്നറിയോ, ചെമ്പരത്തിയെ വലിച്ചു പിഴുതെടുത്തേ. അതാണെങ്കിൽ ആകെ അതിങ്ങനെ പുറത്തിങ്ങനെ ചെറുതായിട്ടൊന്ന് നിന്നതേ ഉള്ളൂ. അതിനിടയ്ക്ക് അവളാണെങ്കിൽ അതിനിങ്ങനെ പിടിച്ചപ്പോഴത്തേക്ക് അതിങ്ങനെ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഇനി അതിൻ്റെ മുകൾ ഭാഗം മുറിച്ചിട്ട് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എന്ത് ചെയ്തെന്നറിയോ, കുറച്ച് മണ്ണും കൂടി എടുത്ത് ആ ചെടിച്ചട്ടിയിൽ തട്ടിയിട്ട് അതിനെ എടുത്ത് കുത്തി വെച്ച് അങ്ങനെയെങ്കിലും നിൽക്കട്ടെന്ന്. എന്നാലും അതിങ്ങനെ ചരിഞ്ഞ് തന്നെ കിടന്നു കേട്ടോ. പിന്നെ ഞാൻ ഒരു കമ്പൊക്കെ എടുത്ത് അതിന് ഇങ്ങനെ ഒരു താങ്ങൊക്കെ കൊടുത്ത് അങ്ങനെ വെച്ചേ. പിന്നെ ഇതിൻ്റെ താഴ്ഭാഗത്ത് ആ ചേട്ടൻ ഇങ്ങനെ വെട്ടിയപ്പോഴത്തേക്ക് ഇങ്ങനെ ശരിയായിട്ട് വന്നില്ല. അപ്പോൾ ഇങ്ങനെ വെട്ടുമ്പോഴത്തേക്ക് മുള്ളുണ്ട്. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ വെട്ടിയെടുക്കണ്ടേ അതിൻ്റെ ഇടയിൽ നിന്ന്. അങ്ങനെയാണ് ചേട്ടൻ വെട്ടിയെടുത്തത്. അപ്പോൾ അത് ശരിയായിട്ട് വന്നില്ല. അപ്പോൾ ഞാനാണെങ്കിൽ അതിനെ കൊണ്ട് കറക്റ്റായിട്ട് വെട്ടി വെക്കുന്നതാണ്. എനിക്കാണെങ്കിൽ കറക്റ്റായിട്ട് അത് പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് വെട്ടി വെക്കണം കേട്ടോ. കിച്ചു പറഞ്ഞ് ഇനി അതിനെ കുളിപ്പിച്ച് ഇല്ലാതാക്കാതെ മതിയെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയണം അതില്ല, കുറച്ചുകൂടെ ഉണ്ട്, നോക്കട്ടെ വെട്ടി എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ കത്തിയെടുത്ത് വെച്ച് വെട്ടുവാണ്. എനിക്കാണെങ്കിൽ ഇത് പൂത്ത് നിൽക്കുമ്പോഴത്തേക്ക് എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇതാണ് എൻ്റെ ഫേവറേറ്റ് എന്ന് പറയണ ഇതാണ് കേട്ടോ. കിളിയും ഉണ്ട് കേട്ടോ. കിളിയും എനിക്ക് ചെടിയും എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൂവ് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് എന്തെന്നില്ലാത്ത ഒരു ഇതാണ്. എൻ്റെ അമ്മയും അങ്ങനെ തന്നെ കേട്ടോ, അമ്മയും നടും. പിന്നെ ഇവിടെയൊക്കെ ആണെങ്കിൽ ഞാൻ ചെടിച്ചട്ടിയിൽ ഇങ്ങനെ നട്ട് വെച്ചേക്കുവാണ്. ഇത് മിക്കതും ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് കുറേയൊക്കെ ഉള്ളൂ ഏതെങ്കിലും വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ നട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ എനിക്കൊരു സംശയം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. ഗ്രൗണ്ട് ഓർക്കിഡ് ഞാൻ ഏകദേശം ഒരു രണ്ട് വർഷം ആവുമെന്നാണ് കേട്ടോ കൊണ്ട് നട്ടിട്ട്. പക്ഷേ അത് പൂക്കുന്നേ ഇല്ല. ഒരെണ്ണത്തിൽ മാത്രം ഞാൻ പൂക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ജീവനില്ലാതെ ഇങ്ങനെ പിന്നെ ഒരു പൂവ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നേ. ബാക്കി ഒന്നിലും വരുന്നില്ല. ഞാൻ പക്ഷേ വാങ്ങിക്കൊണ്ട് വന്നപ്പോഴത്തേക്ക് നന്നാ പൂത്ത് നിന്നതാണ്. ഇവിടെ കൊണ്ട് നട്ട് വെച്ചപ്പോഴത്തേക്ക് ഒട്ടും പൂക്കുന്നില്ല കേട്ടോ. ഞാൻ എന്നും പോയി നോക്കുവേ പൂത്തോ ചിലപ്പം വിചാരിക്കും ഇതിനെ അങ്ങ് വലിച്ചു പിഴുത് കളയാമെന്ന്. ഒരു വെറുതെ ഇങ്ങനെ പുല്ല് നിൽക്കുന്നത് പോലെ ഇങ്ങനെ നിൽക്കും. പൂത്താലല്ലേ കാണാൻ ഒരു രസമുള്ളൂ. അങ്ങനെ എനിക്കാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യണമെന്നറിയില്ല. പിന്നെ ഞാൻ കുറേ ദിവസം കൂടെ നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ വിട്ടേക്കുവാണ് കേട്ടോ അതിനെ. എന്നെപ്പോലെ എത്ര പേർക്ക് ഈ ചെടിപ്രാന്തുണ്ടെന്നൊന്ന് പറയൂ. പിന്നെ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്ക് ഈ ചെടികൾ അവിടെ വീടുകളിൽ നിന്ന് എടുത്തുകൊണ്ട് വരിക, അവരോട് ചോദിച്ചിട്ടേ എടുക്കുകയുള്ളൂ കേട്ടോ. ചോദിച്ചിട്ട് വാങ്ങിക്കൊണ്ട് വരിക. പിന്നെ എവിടെയെങ്കിലും പോകുമ്പോൾ ചെടികളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരിക നഴ്സറിയിൽ നിന്നൊക്കെ. അങ്ങനെയൊക്കെയുള്ള ചെടിപ്രാന്ത് എത്ര പേർക്കുണ്ടെന്ന് പറയുമോ. എനിക്കാണെങ്കിൽ ഒരു ദിവസം ഇതെടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കണം, ഇങ്ങോട്ട് മാറ്റി വെക്കണം, ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ഇഷ്ടങ്ങൾ. ഒരുപാട് പേർക്ക് എനിക്കറിയാം ഇങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെന്ന്. എന്നാലും നമ്മുടെ കൂട്ടുകാരിൽ ആർക്കൊക്കെയാണ് ഈ പ്രാന്തുള്ളതെന്ന് പറയുമോ, ചെടികളോടും കിളികളോടും ഒക്കെ. പക്ഷേ അത് നമുക്കൊരു സന്തോഷമല്ലേ അതൊക്കെ കാണുമ്പോഴത്തേക്ക്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇവിടെ എൻ്റെ ബാക്കിലിരിക്കുന്നതൊക്കെ ചെടിച്ചട്ടിയിൽ ഇങ്ങനെ വച്ചിരിക്കുന്നത് ഞാനതൊരു ആൻറ്റിയുടെ കൂടെ അവരുടെ വീട്ടിൽ നിന്ന് ഞാൻ വാങ്ങിക്കൊണ്ടുവന്നതാണ്. മറ്റേ നിത്യകല്യാണി എന്നൊക്കെ പറയില്ലേ, നല്ല കളറിലുള്ള പൂക്കളൊക്കെ പൂക്കുന്ന, നിങ്ങൾ അവിടെ എന്ത് പറയും, ചിലരെടുത്ത് ശവന്നാറി എന്നൊക്കെ പറയും. പക്ഷേ അതിന് അങ്ങനെ പറയാൻ പറ്റത്തില്ല കേട്ടോ. നിറയെ പൂക്കുകയെ നല്ല കളറിൽ നല്ല ഭംഗിയാണ്, കുറേ പൂത്ത് കിടക്കും. അപ്പം ഞാൻ വിചാരിച്ചു
ഈ നട്ടതിനെയൊക്കെ എടുത്ത് എന്തായാലും ഇവിടെ വയ്ക്കാം, എന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് പുറത്തോട്ടെടുത്ത് വയ്ക്കാം. അത്രയ്ക്ക് ഇവിടെ ഭയങ്കര വെയിലാണ്. നമ്മുടെ തിരുവനന്തപുരത്ത് ഭയങ്കര ചൂടും വെയിലുമാണ്. അപ്പോൾ ഇവറ്റക്ക് ഇങ്ങനെ നട്ട് വെച്ചിട്ട് പിന്നെ പെട്ടെന്ന് കൊണ്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഉണങ്ങി നാശമായി പോകും കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ഇവിടെ വെച്ചതിന് ശേഷം എന്തായാലും പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് എവിടെ വയ്ക്കാം ഇതിനെ സെറ്റ് ചെയ്ത് എന്നുള്ളത് നോക്കാം. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇവിടെയാണെങ്കിൽ ഇനി വയ്ക്കാൻ സ്ഥലമൊന്നുമില്ല. ഇതിനെ തൂക്കിയും പറക്കിയും തന്നെ എൻ്റെ കുറേ വെയിറ്റൊക്കെ പോകും കേട്ടോ. അത് ഒരു എക്സസൈസും കൂടെയാണ്. എന്നും വൈകുന്നേരം ഞാൻ ഷോപ്പിൽ പോകാറുണ്ടല്ലോ, ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ എന്നും വൈകുന്നേരം വന്നിട്ട് ഞാൻ ഇതിനെ എടുത്ത് അങ്ങോട്ട് മാറ്റി വയ്ക്കുക, ഇങ്ങോട്ട് മാറ്റി വയ്ക്കുക, ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ജോലി. കിച്ചു പറയും നടക്കാൻ പോലും പറ്റുന്നില്ല ഇതിവിടെ വച്ച് ഇനി ഇത് ഏതിനെ കൂടെ നടന്നു പോകുമെന്ന് പറഞ്ഞിട്ട് കിച്ചു കിടന്നോണ്ട് പറയും കേട്ടോ. ഇങ്ങനെയാണെങ്കിൽ ആ റോഡും കൂടെ എഴുതി വാങ്ങിക്കേണ്ടി വരും, അവിടെയും കൂടെ അമ്മയ്ക്ക് ചെടി വയ്ക്കാൻ വേണ്ടിയിട്ടന്ന്. പക്ഷേ എന്തോ എനിക്കാണെങ്കിൽ എത്ര തന്നെ ഇവിടെ സ്ഥലമില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് വീണ്ടും എനിക്ക് വാങ്ങിയേ പറ്റുള്ളൂ. അങ്ങനെ നമ്മളാണെങ്കിൽ അവിടെ വച്ചിരുന്ന ഒരു ചെടിയെ എടുത്ത് ഇവിടെ അകത്ത് കൊണ്ടുവന്ന് വെച്ച് അതിനിടയിലാണെങ്കിൽ എനിക്ക് റോസയുടെ മുള്ളും, പിന്നെ നമ്മളാണെങ്കിൽ പ്രാർത്ഥിക്കാൻ അവിടെ പോയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ഒരു സ്ഥലത്ത് പോയി അവിടെ പ്രാർത്ഥിക്കാൻ പോയി. അപ്പോൾ പിന്നെ മെഴുകുതിരിയാണെങ്കിൽ ഉരുകി കയ്യിൽ കൂടെ വന്ന് വീണേ. അപ്പോഴാണെങ്കിൽ അതാണെങ്കിൽ അവിടെ പൊള്ളിയാട്ടോ, അതിന് പുറത്തൂടെ റോസ മുള്ള് വലിച്ച് അങ്ങനെ അവിടെയൊക്കെ ഭയങ്കര വേദനയായിരുന്നു. അതാണ് ഞാൻ ഇങ്ങനെ അയ്യോ എന്ന് പറഞ്ഞിങ്ങനെ ആക്കിയത്. പിന്നെ ഇതാണെങ്കിൽ ഇങ്ങനെ ഈ പൂച്ചയുടെ വാലില്ലേ അതുപോലെ കിടക്കും കേട്ടോ ഇതിൻ്റെ പൂവ്. പിന്നെ ഭയങ്കര രസമാണ് കാണാൻ. കണ്ട ഇതിൻ്റെ പൂവ് എന്തോ കേറ്റയിലെന്നോ അങ്ങനെ എന്തോ പറയും ഇതിനെ. പിന്നെ പക്ഷേ ഇത് ഈ ഇലകളൊക്കെ കണ്ട ഇതൊക്കെയാണെങ്കിൽ ഈ കിളികൾ കൊത്തി തിന്നു കേട്ടോ. എന്ത് തന്നെ കിട്ടിയാലും ഇത് കൊത്തി തിന്നും. എനിക്കാണെങ്കിൽ ഇതുപോലെ ഇത് തൂക്കിയിടേണ്ട ചെടിയാണ്. തൂക്കിയിടാൻ വേറെ സ്ഥലവും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അവിടെ കൊണ്ട് തൂക്കിയിട്ടത്. പക്ഷേ ഈ കിളികളാണെങ്കിൽ ഓർക്കിഡിൻ്റെ ഇലയും ഇതും ഒക്കെ കൊത്തിപ്പറക്കി കഴിക്കുക. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വരുത്തിയ ചെടിയാണ്. പിന്നെ അപ്പുറത്ത് നിൽക്കുന്നത് അതാണ്, അതിനപ്പുറത്ത് നിൽക്കുന്നത് ഞാൻ ഒരു വീട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നതാണ്. പിന്നെ ഇത് വെള്ള അരളിയാണ്, ഇത് മണിമുല്ലയോ അങ്ങനെ എന്തോ പറയുന്ന ഒരു സംഭവമാണ്. നല്ല മണമാണ് കേട്ടോ. പക്ഷെ 2 ദിവസമേ നിൽക്കത്തുള്ളൂ. ഭയങ്കര അപാര മണമാണ്, വീട്ടിനകമൊക്കെ ഭയങ്കര മണം. വീട്ടിൻ്റെ മുന്നിലല്ലേ വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് മറ്റേ വേറൊന്നിൻ്റെയും മണം ആവശ്യമില്ല. ഇതിൻ്റെ തന്നെ ഈ ചില പൂക്കളുടെ മണമൊക്കെ ആണെങ്കിൽ അങ്ങ് വീട്ടിനകത്ത് കയറും കേട്ടോ, അത്രയ്ക്ക് മണമാണ്. പിന്നെ ഗ്രൗണ്ട് ഓർക്കിഡ് ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടില്ലേ, ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് കേട്ടോ. ഇതാണെങ്കിൽ പിറ്റന്നത്തെ വീഡിയോ ആണ്, അതും കൂടെ ഞാൻ ഇതിലെടുത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളാണെങ്കിൽ രാത്രി ഇടിയപ്പം ഉണ്ടാക്കുന്നതാണ്. അത് ദോശമാവുണ്ടോ എന്ന് പോയി അരച്ച ദോശമാവുണ്ടോ എന്ന് പോയി കടയിൽ ചോദിച്ചപ്പോഴത്തേക്ക് ദോശമാവ് തീർന്നു പോയി എന്ന് പറഞ്ഞു. പിന്നെ കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് അവിടെ ഈദുൽ ഫിത്തറോ അങ്ങനെ എന്തോ ആയതുകൊണ്ട് കടകളൊന്നും തുറന്നിട്ടില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ വിചാരിച്ചു ഇനി ഒരു രക്ഷയുമില്ല, സ്വന്തമായിട്ടുണ്ടാക്കിയില്ലെങ്കിൽ പട്ടിണി കിടക്കേണ്ടി വരുമെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ രാവിലെ വെച്ച തക്കാളി കറി ഉണ്ടായിരുന്നേ, അതിൽ 2 മുട്ട അങ്ങ് ഇത് വേവിച്ചതിനെ എടുത്തിട്ട് കേട്ടോ, 2 മുട്ട എടുത്തിട്ടു. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഇന്ന് രാത്രി എന്തായാലും ഇടിയപ്പവും തക്കാളിക്കറിയിൽ മുട്ട ഇട്ടതുമാകാമെന്ന്. അത് തക്കാളിക്കറിയാണോ മുട്ടക്കറിയാണോ എനിക്കറിയില്ല, നിങ്ങൾ എന്നെ ഗസ് ചെയ്ത് പറയും. ഇതാണെങ്കിൽ നമ്മൾ ഒരു കൊച്ച് ഇവിടെ ഞാൻ ഷോപ്പിലിരുന്നപ്പോൾ പിന്നെ ഒരു കൊച്ച് കൊണ്ടുവന്നതാണ് വിൽക്കാൻ വേണ്ടിയിട്ട്. ഈ സാധനങ്ങളൊക്കെ വിൽക്കാൻ തിരിയത്തില്ലേ, കൊച്ചു കൊണ്ടുവന്നതാണ്. ഞാൻ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചേച്ചി എന്തെങ്കിലും എടി ചേച്ചി, ഞാൻ ഇത്രയും തളർന്ന് ക്ഷീണിച്ച് വന്നതല്ലേ, എന്തെങ്കിലും എടി ചേച്ചി എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് പാവം തോന്നിയാട്ടോ, അങ്ങനെ ഞാൻ വാങ്ങിയതാണ്. ഇതുവരെയും ഞാൻ ഈ സംഭവം ഉപയോഗിച്ചില്ല. ഏകദേശം അതും 1 വർഷമാവും. ഇതുവരെയും ഞാൻ എടുത്തിട്ടില്ല. ഇന്ന് ആദ്യമായിട്ടാണ് കേട്ടോ ഞാനിത് എടുക്കുന്നത്. പക്ഷേ എനിക്ക് അന്ന് ഇതിൻ്റെ ഭംഗി കണ്ടപ്പോഴത്തേക്ക് പിന്നെ എടുക്കണമെന്നും ഇങ്ങനെ തോന്നി, അങ്ങനെ എടുത്തതാണ്. പിന്നെ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കി 2 തട്ട് ഇടിയപ്പം ഉണ്ടാക്കിയെടുത്തു. ഇടിയപ്പം ഉണ്ടാക്കുമ്പോഴത്തേക്ക് എനിക്കിങ്ങനെയൊക്കെ വരും കേട്ടോ, ഇതിൻ്റെ പുറത്തും സൈഡിലും ഒക്കെ പറ്റി പിടിച്ചിരിക്കുവേ. പിന്നെ ഇതാണെങ്കിൽ 2-3 ഇങ്ങനെ പീസായിട്ടൊക്കെ ചിലപ്പോൾ ഇളകി വരും. എങ്ങനെ വന്നാലും നമ്മൾ വയറിൽ പോകേണ്ടതല്ലേ, അത് പൊടിച്ച് തന്നെയല്ലോ നമ്മൾ കഴിക്കുന്നത്. അതുകൊണ്ട് പിന്നെ എന്തായാലും എങ്ങനെ വന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ, വെന്ത് കിട്ടും, അതുകൊണ്ട് കുഴപ്പമില്ല. എനിക്കാണെങ്കിൽ കൈ ചൂടെടുത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങ് എടുത്ത് തള്ളുവാണ്, എനിക്ക് ദേഷ്യവും വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യമെന്ന് പറയുന്നത്, ഇപ്രാവശ്യം ഇടിയപ്പം ഉണ്ടാക്കിയപ്പോഴത്തേക്ക്
അതിങ്ങനെ നമ്മളിങ്ങനെ കറക്കിയപ്പോഴത്തേക്ക് നല്ല സ്മൂത്തായിട്ട് വരുന്നുണ്ട് കേട്ടോ. ആ കാര്യത്തിലും എനിക്ക് ഇപ്രാവശ്യം എന്തോ എനിക്ക് ഒരു സുഖം കിട്ടിയതുപോലെ തോന്നി. അല്ലെങ്കിലാണെങ്കിൽ ഞാൻ ഞെക്കി പിഴിഞ്ഞ് ഒരു പരുവായി വേർത്ത് കുളിച്ച് ഒരു പരുവാകും കേട്ടോ. ആ കാര്യത്തിൽ മാത്രം ഒരു രക്ഷയായിട്ട് തോന്നിയേ. ഞാൻ ഇവളോട് പറഞ്ഞതാണ് നമുക്ക് ഗോതമ്പ് ദോശ എന്തെങ്കിലും ഉണ്ടാക്കാം, ഇത് വേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ അവൾ പറഞ്ഞു വേണ്ട, എനിക്ക് ഗോതമ്പ് ദോശ വേണ്ട, എനിക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കി തന്നേ പറ്റും. അപ്പം ഞാൻ എന്തെന്ന് വേണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇടിയപ്പവും മുട്ടക്കറിയും ഉണ്ടാക്കി താ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനാണെങ്കിൽ വിജയകരമായി നല്ല ഇടിയപ്പവും മുട്ടക്കറിയും ഒക്കെ ഉണ്ടാക്കി കേട്ടോ. എന്തായാലും കഴിച്ചു നോക്കിയപ്പോഴത്തേക്ക് സംഭവം സൂപ്പറാണ് കേട്ടോ. ചെയ്തിട്ടില്ലാത്തവർ ചെയ്യുക. തക്കാളിക്കറിയിൽ മുട്ട കൂടെ ഇട്ട് അടിപൊളിയായിട്ട് നമുക്ക് സവാളയൊന്നും ഞാൻ ഇട്ടില്ല കേട്ടോ, ഇത് മാത്രം തക്കാളി മാത്രമേ ഇട്ടുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.